കരുവാരകുണ്ട് പഞ്ചായത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായ കൽക്കുണ്ട്, ചേരി, പാണ്ടൻപാറ എന്നീ മലയോര മേഖലകളിൽ നടക്കുന്ന അനധികൃത നിർമ്മാണത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി മലപ്പുറം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ജനങ്ങളുടെ ആശങ്കയും മേൽവിഷയത്തിൽ പഞ്ചായത്തിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും നിരുത്തരവാദപരമായ സമീപനവും ജില്ലാ കളക്ടറെ ബോധിപ്പിച്ചു. വിഷയം പഠിക്കുന്നതിനും ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനുമായി ജിയോളജി വകുപ്പിനെ കളക്ടർ ചുമതലപ്പെടുത്തി. തഹസീൽദാരുടെ അടിയന്തര ഇടപെടൽ വിഷയത്തിലുണ്ടാകണമെന്ന് സംഘം ആവശ്യപ്പെട്ടു. പാണ്ടൻപാറയുടെ അടിവാരത്തിൽ അപകടകരമായ തരത്തിൽ മണ്ണ് നീക്കി വലിയ കുളങ്ങൾ നിർമ്മിച്ചതിനെതിരെയും യൂത്ത് ലീഗ് പ്രവർത്തകർ കർശന നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരുവാരകുണ്ട് കൽക്കുണ്ട് മലയടിവാരത്ത് വലിയ വ്യാപ്തിയിൽ മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ പൊതുജനങ്ങളും എല്ലാവരും അവരുടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് നിലപാടെടുക്കേണ്ട പഞ്ചായത്ത് ഇവരൊന്നും വളരെ നിരുത്തരവാദിത്തമായിട്ട് പെരുമാറുന്നത് കൊണ്ട് തന്നെ നേരിട്ട് വന്ന് ഇന്ന് തന്നെ കളക്ടറെ കാണുകയും കളക്ടർ മുഖാന്തരം പരാതി സമർപ്പിക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജിയോളജി വകുപ്പിന് എത്രയും പെട്ടെന്ന് ഇതിൽ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കരുവാരകുണ്ടിൻ്റെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ മണ്ണെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പലതും ഇത്തരത്തിലുള്ള അധികൃതരുടെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ ഒത്താശയോട് കൂടിയിട്ടാണ് നടത്തുന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കാനും ഇതിനെതിരെ നിലകൊള്ളാനും കരുവാരകുണ്ടിലെ മുഴുവൻ ജനങ്ങളും മുന്നോട്ട് വരണമെന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്. യൂത്ത് ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാദുഷ, സെക്രട്ടറി ആദിൽ ജഹാൻ, ഇയാസ് കേരള, അഡ്വക്കേറ്റ് ടി പി റിൻഷാദ്, എം ബി സിറാജ്, ജാബിർ കിഴക്കേത്തല, എസ് കെ അബ്ദുൽ ജബ്ബാർ എന്നിവർ നിവേദക സംഘത്തിലുണ്ടായിരുന്നു. ഇതാണ് സംഭവം, മനസ്സിലായോ? നമ്മളെ JCB അവിടെ പണിയെടുക്കാല്ലേ, JCB അവിടെ എപ്പോഴും റെഡിയാണ്. അതുപോലെ ഇതിനായിട്ട് സ്വന്തമായിട്ട് വാങ്ങിക്കാതെ തോന്നുന്നത്. ഈ താഴെ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇത് സംഭവം തരും, ചെറിയ കുളമാണ്. വേനൽക്ക് കൽക്കൊണ്ടൊക്കെ കയറണ്ട. കേട്ടോ, പാറ കണ്ടിട്ട് പാറമെത്തിയിട്ട് മറ്റേ നൂറം പാറമെന്നും അടിയേക്ക് പോയാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. സംഭവം കാരണം മണ്ണൊന്നായിട്ട് കറക്റ്റായിട്ട് പോയി കിട്ടും. അതുകൊണ്ടല്ലേ പാറൻ്റെ അംശമാണ് കാണുന്നത്. കേട്ടോ, കാണിച്ചു തരാം. അല്ലേ താഴ്ച കണ്ടോളി, ഇതാക്കണം താഴ്ച. ചെറിയതൊന്നല്ല, ഇത് കുറച്ച് വലിയ തന്നെ. ഇതാ കേട്ടോ, ഇതിന്റെ മണ്ണിന്റെ തിട്ടാണ് ഈ കാണുന്നത്. ഈ തിട്ടന്റെ അടിഭാഗം കണ്ടോളി. നമ്മൾ ഇത്രക്കൂരും ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. കണ്ടോ, ഈ കോലത്തിലാണ് മണ്ണിട്ടാണ്ട് കൂട്ടി. ഇത് ഫുള്ള് ഒലിച്ചൊലിച്ച് ദമ്മായി നിൽക്കാണ്. നമ്മക്ക് തന്നെ ഇവിടെ നിൽക്കാൻ പോയിട്ടാണ്. അജോസേ എടാ, ഇവിടുന്ന് അങ്ങോട്ട് പോയി, അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകാം നമുക്ക്. കണ്ടില്ലേ, നമ്മുടെ വീടുകളാണ് ഈ കാണുന്നത്. താഴത്തുള്ള വീടുകള്, താഴത്തുള്ള വീടുകൾ കണ്ടോളൂ. കണ്ടോ, അധിക ദൂരമൊന്നുമില്ലപ്പോ, അധിക ദൂരമൊന്നുമില്ലപ്പോ. കണ്ടോ, ഈ ദൂരം മുഴുവനാണ് നിരക്ക്. അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബീസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബീസ്മാർട്ട് അബാക്കസ് 9447164411.